തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ പ്രതീക്ഷയിലാണ് വ്യാപാരികളും. തങ്ങളുടെ അവകാശങ്ങളും തൊഴിലും സംരക്ഷിക്കുന്നവർക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നുള്ളൊരു നിലപാടിലേക്കാണ് വ്യാപാരികൾ മാറിയിട്ടുള്ളത്. എങ്ങും തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ ചൂടേറിയ വിഷയം. കച്ചവടക്കാരും തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്. കച്ചവടവും പ്രതിസന്ധിയും പരിഹാരവും പ്രതീക്ഷയുമൊക്കെ പറഞ്ഞു വെക്കാൻ ഒരുപാടുണ്ട് ഇവർക്ക്. വോട്ടുറപ്പിക്കാനും സംഭാവനകൾ തേടിയും എത്തുന്നവരോട് അതൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നു. കൃത്യമായ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് പലർക്കും പറയാനുള്ളത്. ഈ വർഷം നല്ല ശക്തമായ മത്സരമാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല നല്ല കാൻഡിഡേറ്റ്സ് ഒക്കെ ഉഷാറാണ്. ഞങ്ങളും നല്ല ലഹരിയിലാണ് എല്ലാവരും. പിന്നെ ഞങ്ങളെ ആവശ്യങ്ങൾ ഞങ്ങൾ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ ആവശ്യങ്ങളുണ്ട്. വ്യാപാരിയുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് നിറവേറ്റി തരാന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. പിണറായി സർക്കാരിന്റെ നയങ്ങളോടുള്ള പ്രതിഷേധം വോട്ടായി മാറുമെന്നാണ് പലർക്കും പറയാനുള്ളത്. കേന്ദ്രം നല്ലതാണ്, കേന്ദ്രം ഉഷാറാണ്. പിന്നെ ലോകരാഷ്ട്രങ്ങളൊക്കെ അംഗീകരിച്ചല്ലോ പുള്ളിന. എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചല്ലേ. മോദി ഗ്യാരണ്ടിയിൽ വലിയ പ്രതീക്ഷയിലാണ് കച്ചവടക്കാരും. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നല്ല ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഭരിക്കുന്ന ആളുകളൊന്നും തീരെ പോരാന്നുള്ള അഭിപ്രായമാണ്. മോദി വളരെ പെർഫെക്റ്റ് അല്ലേ, വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വെച്ചാൽ ഇന്ത്യൻ്റെ ഭയങ്കരമായിട്ടുള്ള പുരോഗമനം അതിലൂടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. സമൂഹത്തിന്റെ തുടിപ്പുകൾ അടുത്തറിയുന്നവരാണ് കച്ചവടക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ളതിന് അത്രമേൽ പ്രാധാന്യവുമുണ്ട്. ജനം, കോഴിക്കോട്.